ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇപ്പൊ എല്ലാവരും പൊതുവായിട്ടുള്ള എല്ലാവരും ഒരു സംസാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂടാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഹെയർ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ കുറെ പേർക്ക് ഹെയർ ഫോൾ ഉണ്ട്, ഹെയർ ഭയങ്കര ഡാമേജ് ആകുന്നത്. ഹെയർ ഫോളിനൊക്കെ കൂടുതൽ എല്ലാവരും എപ്പോഴും പറയുന്നത് ഹെയർ ഭയങ്കര ഡാമേജ് ആണ്, ഭയങ്കര ഫ്രിസിയാണ് ഈ ഒരു സമയത്ത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഹെയർ സംരക്ഷിക്കേണ്ടതെന്ന് അറിയാനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകണം കേട്ടോ. നമുക്കറിയാം, ഇപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരാളെ വിളിക്കണേ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമായിരിക്കും, അവിടെ എങ്ങനെയുണ്ട് ചൂട്? ഇവിടെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം നമ്മളും പറയും ശരിയാ, ഇവിടെ ഞങ്ങൾക്ക് ചൂടാണ് അല്ലേ. അപ്പം മെയിനായിട്ട് ഇപ്പം എല്ലാവരും ഒരു സംസാര വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു ചൂട് തന്നെയാണ്. അപ്പം ഈ ഒരു സമ്മർ ടൈമിൽ നമ്മുടെ ഹെയർ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ വീഡിയോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ചൂട് കൂടിയ ഒരു ക്ലൈമറ്റ് ആണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അളവ് നമ്മൾ അത്രത്തോളം കൂട്ടി നിർത്തേണ്ട ഒരു സമയമാണ്. അതായത് നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക, നമ്മുടെ ശരീരത്തിൽ ഈർപ്പം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നും ഹെയറും ശരീരം മൊത്തം മോയ്സ്ചർ ആയിട്ട് ഇരിക്കുക, ഈർപ്പം ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമുക്കറിയാം, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മൾ എന്താ മോയ്സ്ചർ കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വെള്ളം വേണമെന്നെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ മോയ്സ്ചർ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് പറഞ്ഞ എത്രത്തോളം അറിയാൻ പറ്റുന്ന അറിയില്ല, അത് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു റിസൾട്ട് അറിയാൻ കിട്ടും. നമ്മൾ ഡെയിലി നിങ്ങൾ ആ ഒരു വെള്ളം ഒരു കറക്റ്റ് ഒരു അളവിൽ ഒരു 10-12 ഗ്ലാസ് വെള്ളം നിങ്ങൾ ഡെയിലി കുടിച്ചു നോക്കുക. അത് കറക്റ്റായിട്ട് കുടിക്കണം. ഇന്ന് 2 ദിവസം കുടിച്ചു പിന്നെ നാളെ കുടിക്കുക, അങ്ങനെ ചെയ്യരുത്. കറക്റ്റായിട്ട് നിങ്ങൾ കുടിച്ചു നോക്കുക. ഒരു 1 വീക്ക് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ഹെയറിനും നിങ്ങളുടെ മുടിക്കൊക്കെ ഉള്ള നിങ്ങളുടെ ഹെയറിനും നിങ്ങളുടെ സ്കിന്നിനുള്ള അത്യാവശ്യം കുറെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവും കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് മറന്നു പോകും കുടിക്കാൻ. അപ്പൊ ഞാൻ ഒരു വെള്ള കുപ്പി വാങ്ങിയിട്ട് രാവിലെ തന്നെ നിറച്ചു വെക്കും. വൈകുന്നേരത്തിനുള്ളിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു വെള്ളം കുപ്പി കാണുമ്പോൾ തന്നെ നമ്മൾ കുടിക്കാൻ മറന്നു പോകുമ്പോൾ തന്നെ പോയി എടുത്ത് നമുക്ക് 1-2 കവിള് അങ്ങനെ കുടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ആ ഒരു വെള്ളം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങളൊന്ന് വെള്ളം കുടിച്ചു നോക്കാം കേട്ടോ. ഉറപ്പുള്ള കാര്യമാണ്. നമ്മളെ ഹെയറിന്റെ ഫ്രിസിനെസ് കുറയ്ക്കാൻ, ഡ്രൈ ഹെയർ കുറയ്ക്കാൻ, അതുപോലെ സ്കിന്ന് ക്ലിയർ ആവാൻ, അതായത് പിമ്പിൾസ്, ആക്നെ പോലെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാനും. ഒരാളെ നോക്കുകയാണെങ്കിൽ അറിയാം, ഒരു ഹെൽത്തി സ്കിന്നും അല്ലാത്ത സ്കിന്നും തമ്മിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, പ്രശ്നങ്ങളില്ലാത്ത സ്കിന്നല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ നന്നായിട്ട് കുടിച്ചു നോക്കുക, ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പൊ മടിയുള്ള ആരെങ്കിലും കണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് ഒരു കുപ്പി സംഘടിപ്പിച്ച് വേഗം തന്നെ വെള്ളം നിറച്ച് കുടിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും അത്രത്തോളം ആവശ്യമാണ്. അപ്പൊ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഭയങ്കര ചൂടുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാതിരിക്കാൻ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കും നമ്മൾ കാണാത്ത തരത്തിലുള്ള ഡാമേജ് നമ്മൾ നന്നായിട്ട് വെയിലത്തിറങ്ങുന്ന സമയത്ത് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മുടി അഴിച്ചിടാതിരിക്കുക. ഒരിക്കലും ഇടരുത്. കാര്യം മുടി ഡ്രൈ ആയി പൊട്ടിപ്പോവും, മുടി കെട്ടിവെച്ച് പോവുക. ഈ നല്ലോണം വെയിലടിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ വെയിലടിക്കുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഷോളോ അതെന്തെങ്കിലും വെച്ച് കവർ ചെയ്യുക. ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഇങ്ങനെ വെയിലടിക്കാതെ നോക്കുക. കാര്യം നമുക്കിങ്ങനെ വെയിലടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് സൺ ബ്ലോക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഹെയറിനും വേണ്ടിയിട്ട് ആ ഒരു സംരക്ഷണം നമ്മൾ കൊടുക്കണം. കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി വെയിൽ കൊള്ളുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നിങ്ങൾ ആലോചിക്കുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിൽ തല പൊള്ളുന്ന രീതിയിൽ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ മുടിയിലുള്ള ഈർപ്പം വലിച്ചെടുക്കാനും മുടി ഡ്രൈ ആയിട്ട് സ്പ്ലിറ്റൻസ് വരാനും ഇത് കാരണമാകും. അതുപോലെ തന്നെ അപ്പൊ എന്നും നിങ്ങൾ വെയിൽ കൊള്ളുവാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മളെ മുടി നന്നായിട്ട് കവർ ചെയ്ത് സൂക്ഷിക്കുക, പ്രത്യേകിച്ച് വെയിലത്ത് പോകുന്ന സമയത്ത്. ഓക്കെ, ഇനി അടുത്തുള്ളൊരു കാര്യം, ഇതുപോലെ നിങ്ങൾ വെയിലത്ത് നിങ്ങൾക്ക് പുറത്ത് കൊണ്ട് സാഹചര്യം വരുവാണ്. അപ്പൊ നമുക്ക് വേനൽക്കാലമാണ്, പുറത്ത് ഇറങ്ങാതിരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ചെമ്പരത്തി പൂ ഇട്ട് വെക്കുക. അതെന്ന് വെച്ചാൽ പോണന് തൊട്ട് മുന്നേ ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ ഒരു 3-4-5 ചെമ്പരത്തി പൂ ഇട്ട് വെക്കുക. കുറെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ സത്ത് മൊത്തം ഇതിലേക്ക് ഇറങ്ങും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ചെമ്പരത്തി പൂ ഇട്ട് തിളപ്പിക്കുന്നതിനൊക്കെ ഒരു കുഴഞ്ഞ ഒരു ലിക്വിഡ് കിട്ടില്ല, നല്ല ക്ലിയർ ആയിട്ട്
ഉള്ള വാട്ടർ കിട്ടും. അപ്പോൾ ഈ ഒരു വാട്ടർ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പുറത്ത് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിൽ ഇതൊന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഹെയർ കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മളുടെ സ്ട്രാൻഡ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പ്രേ ചെയ്യുക. അതിനുശേഷം പുറത്ത് പോവുക. ഇതുപോലെ തന്നെ അലോവേര ജെല്ല്, അതായത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അലോവേരയുടെ ജെല്ല് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത്, വല്ലാണ്ടല്ല നൈസായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം പുറത്ത് പോവുകയാണെങ്കിൽ വെയിൽ വഴി നമ്മളുടെ മുടിക്കുണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ ഇനിയൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ ചൂട് കൊണ്ട് നിങ്ങൾ പുറത്തുനിന്ന് കയറി വരുന്ന സമയത്താണെങ്കിലും കുറച്ച് നേരം നമ്മുടെ ഹെയറിലുള്ള വേർപ്പൊക്കെ പോയതിനു ശേഷം ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുന്നത് മുടി ഡാമേജ് ആയി പൊട്ടി പോകാതിരിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു സമയത്തൊക്കെയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. ചിലർ വീക്കിൽ 2 വട്ടം ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, വീക്കിൽ 1 വട്ടം ചെയ്യുന്നവരായിരിക്കും, ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും ശരി, ഈ ഒരു സമയത്ത് നിങ്ങളത് കൂടുതലും ശ്രദ്ധിക്കുക. അതായത് ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം തലയിൽ ഇങ്ങനെ വേർപ്പും അഴുക്കും തങ്ങി നിൽക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ഹെയർ വാഷ് ചെയ്തു, നാളെ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസമാണെങ്കിൽ നമ്മളിപ്പോൾ വീടിന് ഒട്ടും പുറത്തിറങ്ങാത്ത ആൾക്കാരൊക്കെയാണെങ്കിൽ നിങ്ങളുടെ സ്കാൽപ്പ് വേർക്കുന്നതിലൊക്കെ കുറവായിരിക്കും. പക്ഷെ വീടിനുള്ളിൽ ഇരുന്നാൽ തന്നെ നമുക്കറിയാം എത്രയും ചൂടായതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ലോണം വേർക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം നമ്മുടെ ഹെയർ സ്കാൽപ്പും ക്ലീൻ ആയിട്ടിരിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ മേളിൽ ഐക്കാർട്ടിൽ കൊടുക്കാം. അപ്പൊ ആ വീഡിയോ കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് അന്നത്തെ ദിവസം കെയർ ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ കെയർ ചെയ്യുക. നിങ്ങൾ അതേസമയം ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം ഹെയർ കെയർ ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്ത് പിറ്റേ ദിവസം കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കൊഴിയാതിരിക്കുന്ന മുടിയുടെ ഇരട്ടി മുടി നിങ്ങൾക്ക് അടുത്ത ദിവസം കൊഴിയും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ ആ കാര്യം ഒന്ന് ഫോളോ ചെയ്യുക. ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. തലയിൽ വിയർപ്പും അഴുക്കും തങ്ങി നിൽക്കാത്ത രീതിയിൽ ആ ഒരു ദിവസം കൊണ്ടുപോകുക. അപ്പൊ അതിന്റെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാട്ടോ. അത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം ചൂടുള്ള സമയമുണ്ട്, തല എപ്പോഴും വേർത്തിരിക്കാനുള്ള ചാൻസ് കുറവാണ്. ഹെയർ പാക്ക് ഇടുന്ന ദിവസങ്ങളിൽ ഒരിക്കലും വേർപ്പുള്ള തലയിലേക്ക് കൊണ്ടുപോയി ഡയറക്റ്റ് ആയിട്ട് ഹെയർ പാക്ക് ഇട്ട് കൊടുക്കരുത്. നിങ്ങൾ ഹെയർ പാക്ക് ഇടുന്നതിനും കുറച്ച് നേരം മുന്നേ തന്നെ ഹെയർ നന്നായിട്ട് അഴിച്ചിട്ടതിന് ശേഷം തലയിൽ വേർപ്പൊന്ന് ഉണങ്ങാനായിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് അടിയിലിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം കാറ്റ് കൊണ്ടൊന്ന് ഇരിക്കുക, തലയിൽ വേർപ്പൊന്ന് വറ്റുക, അല്ലെങ്കിൽ ഒരു തോർത്തെടുത്തതിന് ശേഷം സ്കാൽപ്പ് ഒന്ന് ഒപ്പിക്കൊടുക്കുക. വേർപ്പൊന്ന് വലിഞ്ഞതിന് ശേഷം സ്കാൽപ്പിലേക്ക് പാക്ക് ഇടുക. അതല്ലാത്ത വർഷം വേർത്തിരിക്കുന്ന തലയിലേക്ക് എണ്ണയും പാക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീരിറക്കം ഉണ്ടാവും. ഉറപ്പുള്ള കാര്യമാണ്, എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പൊ നീരിറക്കൊക്കെ ഉണ്ടായാൽ നല്ല തലവേദന ആയിരിക്കും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വേർത്ത തലയിലേക്ക് പാക്കോ കാര്യങ്ങളോ ഇടാതിരിക്കുക. വേർപ്പുള്ള തലയിലേക്ക് ഓടിപ്പോയി വേർത്തിരിക്കുന്ന തല ഓടിപ്പോയി കുളിക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ വേർത്തിരിക്കുന്ന തലയിലേക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഹെയർ ഫോളിനും കൂടി ചാൻസ് ഉണ്ടാക്കും. കാര്യം അവിടെ ഒന്നാമത് അഴുക്കായിട്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ പാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വേനൽക്കാലം ആയതുകൊണ്ട് തലയിൽ നമ്മളുടെ ഈ തലയോട്ടേക്ക് എപ്പോഴും വേർക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ ഹെയർ ഇങ്ങനെ എന്താ പറയുക ഒട്ടിച്ചിങ്ങനെ അതിലിങ്ങനെ കാറ്റ് കയറാണ്ട് എപ്പോഴും കെട്ടിവെക്കരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുടി അഴിച്ചിടണമെന്ന്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് ഈ ഒരു സമയം അറിയാം, നന്നായിട്ട് ചൂടുള്ള സമയമുണ്ട്. നമുക്ക് എപ്പോഴും തലയിലൊരു ആവി, നമ്മൾ മുടി കെട്ടിവെക്കുമ്പോൾ ഒരു ആവി ഇങ്ങനെ ഉണ്ടാവും തലയിൽ. അപ്പോൾ അത് ഹെയർ ഫോളിന് ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയമൊക്കെ മുടി നന്നായിട്ട് കാറ്റ് കിട്ടി, അതായത് നന്നായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടാൻ ശ്രമിക്കുക. അതിൻ്റെ അർത്ഥം എപ്പോഴും 24 മണിക്കൂർ ചൂടുകാലം ആയതുകൊണ്ട് മുടി അഴിച്ചിടാനല്ല പറഞ്ഞത്. കുറച്ച് സമയമൊക്കെ, അതായത് ഒരുപാട് നേരം നമ്മൾ മുടി വീട്ടിൽ കെട്ടി വെച്ചെടുക്കുമ്പോൾ മുടിയിൽ ഒരു ആവിപ്പുണ്ടാവും. ആ ഒരു സമയം അല്ലെങ്കിൽ തല ഒന്ന് വേർക്കുന്ന പോലൊക്കെ തോന്നും. ആ സമയത്ത് കുറച്ച് നേരം മുടി അഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിടുക. അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ബെഡിൽ നിന്നിട്ട് നമ്മൾ ഇൻവേർഷൻ മെത്തേഡിലൊക്കെ മസാജ് ഇല്ല, ആ രീതിയിലൊക്കെ ഒന്ന് കിടക്കുക. അപ്പൊ ഹെയർ ഒന്ന് റിലാക്സ്ഡ് ആവും. നമ്മുടെ അവിടെയുള്ള വേർപ്പ് പെട്ടെന്ന് വലിയാൻ ചാൻസ് ഉണ്ടാക്കും. അതല്ലാണ്ട് രാവിലെ കെട്ടിവെച്ച മുടി വൈകുന്നേരം വരെ അഴിക്കാതെ ഈ വേർത്തിരിക്കുന്ന സമയത്ത് കൊണ്ടു നടക്കരുത്. കുറച്ചു നേരം നന്നായിട്ട് തലയിൽ ഒരു ആവി പോലെ വരുമ്പോൾ നന്നായിട്ട് ആ ആവിപ്പ് പോകുന്ന നേരം വരെ ഒന്ന് അഴിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാലഡ് കഴിക്കുക. അതായത് കുക്കുംബർ സാലഡ്, അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ, സവാള, ലൈം ഇതൊക്കെ ഇട്ട സാലഡ് കഴിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള സാലഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ചെറുപയർ മുളപ്പിച്ചതില്ലേ, അത് സാലഡ് ആക്കി കഴിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും സാലഡ് ഡെയിലി നിങ്ങൾ ഒരു നേരമെങ്കിലും കഴിക്കാൻ നോക്കുക. ഇത് നമ്മുടെ സ്കിന്നിന് ഹെയറിന് ഒരുപാട് നല്ലതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ചൂട് കുറയ്ക്കാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സമയമൊക്കെ കുറച്ചൊക്കെ ഒരു കെയർ കൊടുത്തൊന്ന്
നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ഒരു സമയം ഇങ്ങനത്തെ ഒരു ചൂട് സമയം, വേർക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എല്ലാവരും തലയിൽ അത്യാവശ്യം ഒരു അഴുക്ക് പോലെ വരുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ ഡെയിലി പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കുറച്ചധികം വേർത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തലയിൽ വേർത്തിട്ട് ഒരു അഴുക്ക് പോലെ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് എന്നും ഒരു ഹെയർ പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്യുന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ പക്ഷെ തലയിൽ അഴുക്കും വരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം കുറച്ച് പയറുപൊടി, അതായത് വീട്ടിൽ നന്നായിട്ട് പൊടിച്ച പയറുപൊടിയാണെങ്കിൽ അത്രയും നല്ലത്. ചെറുപയറിന്റെ പൊടി അതൊരു 1 ടേബിൾ സ്പൂൺ, ഒരു ചെറുപയർ പൊടി അതൊരു 2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് തല കഴുകുന്ന സമയത്ത് തലയിലേക്ക് അത് ഒഴിച്ച്, സാധാ വെള്ളം നമ്മൾ ഒഴിച്ച് തല കഴുകുന്ന പോലെ തന്നെ കഴുകുക. എന്നിട്ട് പിന്നീട് നമ്മൾ നോർമലായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക. അങ്ങനെ കളയാണെങ്കിൽ തലയിൽ വേർപ്പ് അഴുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യും. പക്ഷെ മുടി ഒട്ടും ഡ്രൈ ആക്കില്ല. ഇതൊന്നും ചെയ്യരുത്. നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വിട്ട് ചെയ്യുവാണെങ്കിലും നല്ലതായിരിക്കും. ഇന്ന് ചെയ്താൽ നാളെ ചെയ്യാണ്ട് മറ്റന്നാൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾ ഹെയർ പാക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ചെയ്താൽ മതി. ചെയ്യാത്ത ദിവസങ്ങളിൽ, അതായത് ഹെയർ പാക്ക് ചെയ്യാത്ത ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇത് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ, വളരെയധികം വേർപ്പ് നിൽക്കുന്ന സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ഒരുപാട് ഇങ്ങനെ അഴുക്കുണ്ടാവാൻ അല്ലെങ്കിൽ സ്കാൽപ്പ് ക്ലിയർ ആവാതിരിക്കുന്ന പ്രശ്നം ഒന്ന് സോൾവ് ആയി കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ ഇന്ന് ചെറുപയർ പൊടി വെള്ളം ഇട്ട് കഴുകുവാണെന്നുണ്ടെങ്കിൽ നാളെ കഴുകണ്ട, പിന്നെ മറ്റന്നാൾ കഴുകിയാൽ മതി ആ വെള്ളം ഉപയോഗിച്ച്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഇതുണ്ടാവും കേട്ടോ. സ്കാൽപ്പ് ഒന്ന് ക്ലീൻ ആവാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ചൂട് സമയമൊക്കെ ഉണ്ട് എല്ലാവരും അവരുടെ കുളിയൊക്കെ കുറച്ചൊന്ന് വൈകിട്ടായിരിക്കില്ല. കാര്യം കുറച്ചും കൂടി വൈകി കുളിക്കുകയാണെങ്കിൽ കിടക്കാൻ നേരത്ത് അത്രയും വേർക്കില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ ലൈറ്റ് നൈറ്റ് കുളിച്ചാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഹെയർ നല്ല ഡ്രൈ ആവാണ്ട് കിടക്കരുത്. കാര്യം ഇങ്ങനെ ഇപ്പം ഈ ഒരു സമയത്ത് മിക്കവാറും ആൾക്കാർ വൈകിയായിരിക്കും കുളിക്കുന്നത്. അപ്പോൾ കുളിച്ചാലും നിങ്ങളുടെ ഹെയർ പ്രോപ്പറായിട്ട് ഡ്രൈ ആവാണ്ട് നിങ്ങൾ കെട്ടി വെക്കരുത്. പിന്നെ ഡ്രയർ യൂസ് ചെയ്ത് മുടി ഉണക്കുന്നതൊക്കെ കുറയ്ക്കുക ഒരു സമയത്ത്. അതുപോലെ സ്ട്രെയിറ്റ്നർ കൂടുതലായിട്ട് യൂസ് ചെയ്യുക, ഡ്രയർ യൂസ് ചെയ്യുക, അതൊക്കെ കുറയ്ക്കുക. കാര്യം മുടി നന്നായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉള്ള സമയമാണ്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമിതമായിട്ട് ചെയ്യുമ്പോൾ മുടി അതനുസരിച്ചിട്ട് ഡാമേജ് ആവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഈ സമയത്ത് ഏറ്റവും നമുക്ക് തലയ്ക്കൊരു തണുപ്പ് കിട്ടുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചൂട് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയത് ഹെയർ പാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ താളി പാക്കുകളൊക്കെ ആയിട്ട്. അത് എന്താ പറയുക, നമ്മൾ ചെമ്പരത്തി താളി, ചെമ്പരത്തി പൂവിന്റെ താളി, അലോവേരയുടെ താളി, അതുപോലെ പാടത്താളി, അങ്ങനത്തെ ഇല കൂടുതൽ ഉപയോഗിക്കാം, മുരിങ്ങയില താളി. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിനൊക്കെ ഒരു തണവ് നൽകുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ മിക്ക ആൾക്കാരുടെയും തലയിൽ ചൂട് വന്നിട്ട് ചെറിയ ചെറിയ കുരുക്കളുണ്ടാവും. അപ്പൊ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള താളികൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ തലയിലെ ചൂട്, ആ ഒരു ഉഷ്ണം കുറയ്ക്കാനും ഒരു ആവിപ്പ് കുറയ്ക്കാനും, തലയിലുണ്ടാകുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ, ചൂട് കാരണം ഉണ്ടാകുന്ന കുരുക്കൾ വരുന്ന തടയാനും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ താളികൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുക. ഹെയർ പാക്കുകളായിട്ട് താളി നിങ്ങൾ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ പുറത്ത് പോകുന്ന ദിവസം, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ട്, കുറച്ച് വെയിലൊക്കെ കൊണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തല ഭയങ്കരമായിട്ട് ഷാമ്പൂ ഇട്ട് പതപ്പിച്ച് യൂസ് ചെയ്തതിന് ശേഷം ഒന്നും പുറത്ത് പോകാതിരിക്കുക. ഈ ഒരു സമയം വെയിലടിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ വളരെ നമ്മുടെ മുടി ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ അത്രയും അതിന്റെ ഒരു ഡാമേജ് വരാൻ ചാൻസ് കൂടുകയാണ്. അപ്പൊ നിങ്ങളുടെ തലയിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ഓയിൽ കളയുന്ന രീതിയിൽ ഷാമ്പൂ ചെയ്യാതിരിക്കുക. മൈൽഡായിട്ട് ഷാമ്പൂ യൂസ് ചെയ്ത് ഹെയർ വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം പുറത്ത് പോവുക. വളരെയധികം പറപ്പിച്ച് പറത്തിയിട്ടൊരു മുടിയായിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വേരത്തുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലോ. അപ്പൊ അതനുസരിച്ചിട്ടൊന്ന് ചെയ്യുക. ഭയങ്കരമായിട്ടൊന്ന് ഷാമ്പൂ ചെയ്യാതിരിക്കുക. അതായത് അമിതമായി മുടി പറത്തി ഇങ്ങനെ ഇട്ടിട്ട് പുറത്ത് പോവാതിരിക്കുക. കാര്യം ആ ഒരു ഓയിൽനെസ്, നാച്ചുറൽ ആയിട്ടൊരു ഓയിലും കൂടി നമ്മുടെ തലയിൽ പുറത്ത് വന്ന് ആ വെയിലുള്ള സമയത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ മുടി കൂടുതലായിട്ടും ഡാമേജ് ആവും, അല്ലെങ്കിൽ ഡ്രൈ ആവും. മുടിയിലുള്ള ഈർപ്പം പൊതുവെ വലിഞ്ഞ് മുടി പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മുടിയുടെ അറ്റം ഇങ്ങനെ കട്ട് ചെയ്യേണ്ട, കുറച്ചും കൂടി കഴിഞ്ഞ് കട്ട് ചെയ്യാം, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ചെറുതായിട്ട് സ്പ്ലിറ്റൻസ് ഒക്കെ വന്ന് തുടങ്ങി എന്നുണ്ടെങ്കിൽ ഒരിക്കലും വെച്ച് താമസിപ്പിക്കരുത്. ആ സ്പ്ലിറ്റൻസ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. കാര്യം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മുടി ഡ്രൈ ആവാനുള്ള ചാൻസും കൂടുതലാണ്. സോ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ സ്പ്ലിറ്റൻസ് വരുമ്പോൾ നമ്മൾ മുടി വെട്ടാൻ അല്ലെങ്കിൽ പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞിട്ട് വെട്ടാൻ അങ്ങനെ വിചാരിക്കരുത്. സ്പ്ലിറ്റൻസ് വന്നാൽ നമ്മൾ അപ്പം തന്നെ മുടി കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ അറ്റം തുമ്പ് നശിച്ചു പോകും മുടിയുടെ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. അപ്പം ഈ ഒരു സമയം ഇനിയിപ്പോൾ 2-3 മാസം മൊത്തം ഇങ്ങനെയായിരിക്കും. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞല്ലേ. ഭയങ്കര തല പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഹെയർ ഒന്ന് കെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.